അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് ഉണ്ടായത്. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത സാധാരണക്കാരായ കുടിയേറ്റക്കാർക്കെതിരെയും നടപടികൾ ഉണ്ടായത് കുടിയേറ്റക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച ചില കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. UC ബെർക്ലിയിലെ ഡീപ്പോർട്ടേഷൻ ഡേറ്റ പ്രൊജക്ട് പുറത്തുവിട്ട വിശകലനം അനുസരിച്ച് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുടിയേറ്റക്കാരുടെ അറസ്റ്റിൽ സമീപ മാസങ്ങളിൽ 707% വൻ വർധനവ് ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. കുറ്റവാളികളെ ലക്ഷ്യം വെക്കുന്നു എന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി സാധാരണക്കാരായ കുടിയേറ്റക്കാരാണ് അധികൃതരുടെ നടപടികൾക്ക് കൂടുതൽ ഇരയാകുന്നത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സിറാക്കൂസ് യൂണിവേഴ്സിറ്റിയിലെ ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആക്സസ് ക്ലിയറിംഗ് ഹൗസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഫെബ്രുവരി മാസത്തിൽ നാടുകടത്തൽ നടപടികളിൽ നേരിട്ടവരിൽ 98% പേരും സിവിൽ ഇമിഗ്രേഷൻ ലംഘനങ്ങളുടെ പേരിലാണ് പിടിക്കപ്പെട്ടത്. വെറും 2% പേർക്ക് മാത്രമാണ് ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഫെബ്രുവരിയിൽ ഫയൽ ചെയ്ത നോട്ടീസുകളിൽ ഭൂരിഭാഗവും വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നതോ അല്ലെങ്കിൽ മതിയായ രേഖകളില്ലാതെ അതിർത്തി കടന്നതോ ആയ കാരണങ്ങളാലാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ അറസ്റ്റിൽ നേരിയ കുറവുണ്ടായപ്പോൾ തന്നെ സാധാരണക്കാരുടെ മേലുള്ള നടപടികൾ കുത്തനെ ഉയർന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസ് തങ്ങളുടെ കർശനമായ ഇമിഗ്രേഷൻ നയങ്ങളെ ക്രിമിനലുകളെ പുറത്താക്കാനുള്ള നടപടിയായി ചിത്രീകരിക്കുമ്പോഴും താഴെത്തട്ടിൽ നടക്കുന്നത് വിവേചനരഹിതമായ അറസ്റ്റുകളാണെന്ന് കുടിയേറ്റ അവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ക്രിമിനൽ കുടിയേറ്റക്കാരെ ലക്ഷ്യം വെക്കുന്നുവെന്ന പ്രചാരണം യഥാർത്ഥത്തിൽ എല്ലാ കുടിയേറ്റക്കാരെയും ചില സാഹചര്യങ്ങളിൽ അമേരിക്കൻ പൗരന്മാരെ പോലും ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്ന് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിൽ പോലുള്ള സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ട്രംപ് അധികാരമേറ്റ ശേഷം കുടിയേറ്റ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റെടുത്തതോടെ അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. മാസ് ഡീപ്പോർട്ടേഷൻ അഥവാ വൻതോതിലുള്ള നാടുകടത്തൽ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നടപടികൾ രാജ്യത്തെ കുടിയേറ്റ നിയമപാലന രംഗത്ത് അഭൂതപൂർവമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനായി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് അഥവാ ICക്ക് വിപുലമായ അധികാരങ്ങളാണ് നൽകിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനകളെങ്കിൽ നിലവിൽ രേഖകളില്ലാത്ത ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഓൾ എൻഫോഴ്സ്മെന്റ് രീതിയാണ് പിന്തുടരുന്നത്. നടപടികളുടെ ഭാഗമായി ജോലി സ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും നടത്തുന്ന നേരിട്ടുള്ള പരിശോധനകൾ കുത്തനെ കൂടിയിട്ടുണ്ട്. ഔദ്യോഗികമായി നാടുകടത്തപ്പെട്ടവരുടെ എണ്ണം 2026 ഫെബ്രുവരി ആയപ്പോഴേക്കും 7 ലക്ഷം കവിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് പുറമെ കടുത്ത നിയമ നടപടികൾ ഭയന്ന് ഏതാണ്ട് 22 ലക്ഷം ആളുകൾ സ്വമേധയാ രാജ്യം വിട്ടുപോയതായും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹെയ്ത്തി, വെനസ്വേല, എൽ സാൽവദോർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നൽകിയിരുന്ന താൽക്കാലിക സംരക്ഷണ പദവി റദ്ദാക്കിയതും ഇതിന് കാരണമായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ പാർപ്പിക്കാനായി ഫ്ലോറിഡയിലും ടെക്സസിലും വലിയ തടങ്കൽ പാളയങ്ങൾ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരം കർശന നടപടികൾ രാജ്യത്തെ ക്രമസമാധാനം മെച്ചപ്പെടുത്തുമെന്ന് ഭരണകൂടം വാദിക്കുമ്പോൾ മനുഷ്യാവകാശ സംഘടനകളും സാമ്പത്തിക വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നിയമാനുസൃതമായ നടപടികൾ പാലിക്കാതെയാണ് പല അറസ്റ്റുകളും നടക്കുന്നതെന്നും കുടിയേറ്റ തൊഴിലാളികളുടെ അഭാവം അമേരിക്കൻ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.